ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഹാർവെസ്റ്റ് ടി വിയിലൂടെ ഈ പ്രോഗ്രാം വീക്ഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഫേസ്ബുക്കിലൂടെയും മറ്റും പ്രചരിച്ച ഓപ്പൺ ടോക്ക് സജിത് കണ്ണൂർ എന്ന ഒരു ടോക്ക് ഷോ കാണുവാനിടയായി. ആ ടോക്ക് ഷോ കാണുമ്പോൾ നിശ്ചയമായിട്ടും ഒരു പ്രതികരണം അറിയിക്കേണ്ടത് സുവിശേഷകൻ എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്വമാണ് എന്നത് തിരിച്ചറിഞ്ഞിട്ടാണ് ഹാർവെസ്റ്റ് ചാനലിനോട് ഇങ്ങനെ ഒരു പ്രതികരണത്തിനായി അവസരം ആവശ്യപ്പെട്ടതും ഇത് കേൾക്കുന്ന വ്യൂവേഴ്സിൻ്റെ പ്രതികരണം ആവശ്യം ആണ് എന്നവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടും ആ ടോക്ക് ഷോയിൽ കണ്ട ചോദ്യങ്ങളെക്കുറിച്ചും മറുപടികളെക്കുറിച്ചുമൊക്കെ ചില കാര്യങ്ങൾ പ്രതികരണമായി അറിയിപ്പാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഈ കഴിഞ്ഞ ചില വർഷങ്ങളായി കേരളക്കരയെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഒരു മാരകമായ വൈറസാണ് കൃപയുടെ സുവിശേഷം എന്ന മറവിൽ ഇവിടെ പ്രചരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദുരുപദേശങ്ങൾ. എൻ്റെ വ്യക്തിപരമായ പല കൺവെൻഷൻ പ്രസംഗങ്ങളിലും ഇത്തരത്തിലുള്ള ദുരുപദേശത്തെ സംബന്ധിച്ച് വളരെ ശക്തമായി വിമർശിക്കുന്ന ഒരാളാണ് ഞാൻ. എങ്കിലും ഇപ്പോൾ ആ ടോക്ക് ഷോയിൽ കണ്ട വിഷയത്തെ സംബന്ധിച്ച് മാത്രം അല്പകാര്യങ്ങൾ പറയുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. സജിത് കണ്ണൂർ എന്ന യുവ പ്രഭാഷകൻ കഴിഞ്ഞ ചില നാളുകളായി സോഷ്യൽ മീഡിയ വഴിയും പൊതുവേദികൾ വഴിയും ആത്മീയ ഗോളത്തെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്ന പലവിധമാകുന്ന പരാമർശങ്ങൾ ദൈവവചനത്തിൽ ഇല്ലാത്തതായും ഉള്ളതിനെ ദുർവ്യാഖ്യാനം നടത്തിയും പലതരത്തിലുള്ള പരാമർശങ്ങൾ ആത്മീയ ഗോളത്തിനകത്ത് പടർത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തോട് ഫേസ്ബുക്ക് വഴി സംസാരിച്ചപ്പോഴും സ്നേഹത്തിൻ്റെ ഭാഷയിൽ മടങ്ങി വരണം, താൻ പെന്തക്കോസ്തിൻ്റെ ആദ്യത്തെ അനുഭവത്തിൽ താൻ നിന്നതുപോലെ മടങ്ങി വരണമെന്ന് സ്നേഹത്തിൽ ആവശ്യപ്പെട്ടപ്പോഴും കഴിയുമെങ്കിൽ പാസ്റ്റർ ഗ്രേസ് കമ്മ്യൂണിറ്റി വരണം എന്നുള്ള ഒരു മറുപടിയാണ് അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് ലഭിച്ചത്. അതിനുശേഷമാണ് പരസ്യമായി ഞാൻ ശക്തമായി ഈ വിഷയത്തിൽ പ്രസംഗിക്കാനായിട്ട് തുടങ്ങിയത്. അദ്ദേഹം ആ ടോക്ക് ഷോയിൽ പറഞ്ഞു തുടങ്ങുന്ന ചില സംഭാഷണങ്ങളിൽ എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഒന്ന്, അദ്ദേഹം പറയുന്നു, ഞാൻ കൃപയാൽ രക്ഷിക്കപ്പെട്ടു, അതുകൊണ്ട് ഞാൻ കൃപയിലായതുകൊണ്ട് ക്രിസ്തു എനിക്ക് വേണ്ടി സകലതും ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് ഇനി എനിക്ക് അതിലൊരു റോളുമില്ല, എനിക്കതിൽ യാതൊരു പോസ്റ്റുമില്ല, എല്ലാം ക്രിസ്തു ചെയ്തു കഴിഞ്ഞു, ഇനി ഞാനല്ല എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവാണെന്ന പൗലോസിൻ്റെ പരാമർശത്തെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്. അതുകൊണ്ട് ഇനി എല്ലാം ചെയ്യുന്നത് ക്രിസ്തുവാണ്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ തുടരുന്നത് എങ്ങനെ എന്ന വാക്ക് ഉദ്ധരിച്ചുകൊണ്ട് താൻ പറയുന്നു, കൃപയിലായ ഒരാൾക്ക് പാപം ചെയ്യാൻ കഴിയില്ല. കൃപയിലായ ഒരാൾ ഒരിക്കലും പാപം ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രാരംഭത്തിൽ തന്നെ സജിത്തിനോട് ചോദിക്കുന്നൊരു ചോദ്യം, താങ്കൾ ഈ പറഞ്ഞ കൃപയിലാണല്ലോ, അഥവാ ക്രിസ്തു താങ്കൾക്ക് വേണ്ടി സകലതും ചെയ്തു കഴിഞ്ഞു എന്ന ആ ഒരു കൃപയിലാണല്ലോ താങ്കളും താങ്കളെ അനുഗമിക്കുന്നവരും ഇപ്പോൾ നിൽക്കുന്നത്. അങ്ങനെ കൃപയിലായ താങ്കൾക്ക് ഇനി ഒരു തെറ്റും ചെയ്യാൻ കഴിയില്ല, താങ്കൾ കൃപയിലായി, ഇനി താങ്കൾ ക്രിസ്തുവാണ്, ഇനി താങ്കളുടെ ജീവിതത്തിൽ ചെയ്യുന്നതെല്ലാം ചെയ്യുന്നത് യേശുവാണ്, ഞാനൊന്നും ചെയ്യുന്നില്ല, എല്ലാം ചെയ്യുന്നത് യേശുവാണ്. അങ്ങനെയെങ്കിൽ വളരെ വളരെ ഗൗരവമായി ഞാൻ താങ്കളോട് ചോദിക്കുന്നു, താങ്കളുടെ സത്യസന്ധത ലോകത്തെ ബോധ്യപ്പെടുത്തുവാൻ താങ്കൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് താങ്കളെക്കുറിച്ച് സംശയിക്കുന്ന പ്രേക്ഷകരുടെ മുമ്പിൽ ഒരു അവസരം, താങ്കളുടെ സത്യസന്ധത വെളിപ്പെടുത്തുവാൻ ഒരുക്കി തന്നൊരു അവസരം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് അവരുടെ ചാനൽ, ഹാർവെസ്റ്റ് എന്ന ചാനലിൻ്റെ അനുവാദം കൂടാതെ അവരുടെ ടേപ്പ് താങ്കൾ ബുദ്ധിപൂർവ്വം കൈക്കലാക്കുകയും ചാനലിൽ ആ ടോക്ക് ഷോയുടെ എഡിറ്റിങ്ങുകളും മറ്റു കാര്യങ്ങളും നടക്കുമ്പോൾ അത് പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കുവാൻ വില കൊടുത്ത് താങ്കളെ ക്ഷണിച്ചു വരുത്തി ആ ഷൂട്ട് ചെയ്ത അവരെ വഞ്ചിച്ചുകൊണ്ട് താങ്കൾ ആ ടേപ്പ് ഒരു ദിവസം മുന്നേ കരുതിക്കൂട്ടി സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചപ്പോൾ താങ്കളുടെ തിയറി അനുസരിച്ച് അത് ചെയ്തത് യേശുവാണെന്നാണ് താങ്കളുടെ വാദം. കാരണം താങ്കൾ കൃപയിലാണ്, ഇനി താങ്കളുടെ ജീവിതത്തിൽ ചെയ്യുന്നതൊന്നും താങ്കളല്ല, യേശുവാണെന്നാണ് താങ്കൾ പറയുന്നത്.
അങ്ങനെയെങ്കിൽ താങ്കൾ ചെയ്ത ഈ മഹാ അപരാധവും താങ്കൾ യേശുവിൻ്റെ തലയിൽ ചുമത്തുകയാണ്. സ്വർഗം താങ്കളോട് ക്ഷമിക്കുകയില്ല എന്ന് സജിത്ത് ഓർത്തുകൊള്ളണം. താങ്കൾ കൃപയിലായ മനുഷ്യനാണ്, താങ്കൾക്കിനി ക്രിസ്തുവിനെ പിരിഞ്ഞ് ഒന്നും ചെയ്യാനില്ല എന്നൊക്കെ വാദിക്കുമ്പോഴും ഇത്തരത്തിലുള്ള അനേക പരാമർശങ്ങൾ, പ്രത്യേകിച്ച് ചാനലിൽ കൂടെ പ്രതികരിക്കാൻ പറ്റില്ലെങ്കിൽ പോലും വ്യക്തിപരമായ പല ഫോൺ കോളുകളും എനിക്ക് വന്നിട്ടുണ്ട്. കൃപയിലായ താങ്കൾ ഈ കേരളക്കരയിൽ ഇത്തരത്തിലുള്ള പല വഞ്ചനകളും ചെയ്തതിൻ്റെതായ പരാമർശങ്ങൾ എൻ്റെ കൈവശമുണ്ട്. അത് പറയാനുള്ള വേദി ഇതല്ലാത്തത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പരാമർശിക്കുന്നില്ല. ഇനി താങ്കൾ പറയുന്നു കൃപയിലായവൻ പാപം ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ ആ ടോക്ക് ഷോയിൽ താങ്കൾ മുന്നോട്ട് പോകുമ്പോൾ തന്നെ മുടിയനായ പുത്രനെ കുറിച്ച് ബഹുമാനപ്പെട്ട പി.ടി. തോമസ് പാസ്റ്ററും സാജു മാത്യു ദൈവദാസന്മാരും അതിനെക്കുറിച്ച് പറയുമ്പോൾ താങ്കൾ പറയുന്നു മുടിയനായ പുത്രൻ അപ്പാ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു എന്ന് പറഞ്ഞ് മടങ്ങി വന്ന രംഗത്തെക്കുറിച്ച് പറയുമ്പോൾ താങ്കൾ പറയുന്നു എൻ്റെ അപ്പനോട് എൻ്റെ ജീവിതത്തിലൊരു തെറ്റ് പറ്റിപ്പോയാൽ അതെൻ്റെ അപ്പനോട് എനിക്ക് പറയാൻ സ്വാതന്ത്ര്യമില്ലേ? എനിക്കൊരു മോളുണ്ട്, എൻ്റെ മോളൊരു തെറ്റ് ചെയ്താൽ ഞാൻ അവളുടെ അപ്പനായതുകൊണ്ട് എന്നോട് പറയാൻ അവൾക്ക് സ്വാതന്ത്ര്യമില്ലേ എന്ന് താങ്കൾ ചോദിക്കുന്നു. അപ്പോൾ താങ്കൾ ആദ്യം പറഞ്ഞതും പിന്നെ പറഞ്ഞതും തമ്മിൽ ഒരിക്കലും ചേരുന്നില്ല. കാരണം കൃപയിലായ താങ്കൾ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. ഇനി താങ്കൾക്ക് പാപം ചെയ്യാൻ കഴിയില്ല, തെറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ തെറ്റ് ചെയ്താൽ എനിക്ക് എൻ്റെ അപ്പനോട് ഏറ്റു പറഞ്ഞുകൂടെ എന്നും താങ്കൾ ചോദിക്കുമ്പോൾ തെറ്റും പാപവും രണ്ടും രണ്ടാണോ എന്ന് താങ്കൾ വിശദീകരിക്കണം. ഈ തെറ്റ് എപ്പോഴാണ് പാപമാകുന്നത്? എത്ര ഗ്രേഡ് കഴിയുമ്പോഴാണ് ഇത് പാപം എന്ന വിഷയത്തിലോട്ട് മാറുന്നത്? തെറ്റ് വേറെയും പാപം വേറെയുമായിട്ടാണോ താങ്കൾ കാണുന്നതെങ്കിൽ അതിനെക്കുറിച്ചും താങ്കൾ വിശദീകരിക്കേണ്ടിയിരിക്കുന്നു. ഇനി മൂന്നാമത്തെ ഒരു സംശയം അല്ലെങ്കിൽ ഒരു ചോദ്യം എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത്, താങ്കളുടെ തിയറി അനുസരിച്ച് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി കൃപയിലായി കഴിഞ്ഞു. താങ്കൾ പഠിപ്പിക്കുന്ന താങ്കളുടെ തിയറി അനുസരിച്ച് യേശുവിനെ സ്വീകരിച്ച് യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി താങ്കൾ പറയുന്ന കൃപയിലായി കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ അതാണ് വേദപുസ്തകത്തിൻ്റെ യഥാർത്ഥമായ തിയറി എങ്കിൽ എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത്, വിശുദ്ധ വേദപുസ്തകത്തിലെ എല്ലാ തിരുവെഴുത്തുകളും ദൈവശ്വാസീയമാണെന്ന് താങ്കൾ അംഗീകരിക്കുമെന്ന് ആ ടോക്ക് ഷോയിൽ താങ്കൾ പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഇതേ വേദപുസ്തകത്തിൽ ലേഖനങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നു. ഈ ലേഖനങ്ങളുടെ മുഴുവൻ ടൈറ്റിലുകൾ നാം വായിച്ചാൽ എല്ലാ ലേഖനങ്ങളും തുടങ്ങുമ്പോഴും അപ്പോസ്തലനായ പൗലോസ് 14 ലേഖനങ്ങൾ തുടങ്ങുമ്പോഴും താൻ എഴുതുന്നത് ഗലാത്യ സഭയിലെ വിശുദ്ധന്മാർക്ക് എഴുതുന്നത്, എഫേസ്യ സഭയിലെ വിശുദ്ധന്മാർക്ക് എഴുതുന്നത്, കൊലോസ്യ സഭയിലെ വിശുദ്ധന്മാർക്ക് എഴുതുന്നത്, കൊരിന്ത്യ സഭയിലെ വിശുദ്ധന്മാർക്ക് എഴുതുന്നത്. ആരാണ് വിശുദ്ധൻ? സമുദായക്കാർ ചിലപ്പോൾ വർഷാവർഷം അവർക്ക് ഇഷ്ടപ്പെട്ടവരെ വിശുദ്ധരാക്കി കണ്ണാടിക്കൂട്ടി ഇരുത്തുന്നത് പോലെയല്ല. വേദപുസ്തകം വിശുദ്ധൻ എന്ന് വിളിക്കുന്ന ആരെയാണ്? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് സഭയുടെ ദൈവസഭയുടെ അംഗമായി തീർന്നവരെയാണ് വേദപുസ്തകം വിശുദ്ധൻ എന്ന് പരാമർശിക്കുന്നത്. അങ്ങനെയെങ്കിൽ താങ്കളുടെ ഭാഷയിൽ ഈ ഗലാത്യ സഭയിലുള്ളവരും എഫേസ്യ സഭയിലുള്ളവരും കൊരിന്ത്യ സഭയിലുള്ളവരുമെല്ലാം താങ്കളുടെ ഭാഷയിൽ കൃപയിലായി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ കൃപയിലായിട്ടിരിക്കുന്ന ഓൾറെഡി താങ്കൾ പറഞ്ഞ കൃപയിലായിരിക്കുന്ന സഭയോട് പൗലോസ് പറയുന്നു, ജഡത്തിന്റെ പ്രവൃത്തികളോ അശുദ്ധി, ദുർനടപ്പ്, ദുഷ്കാമം, വിഗ്രഹാരാധന, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, വെറിക്കൂത്ത് ഈ വക പ്രവർത്തിക്കുന്നവൻ ദൈവരാജ്യം അവകാശമാക്കത്തില്ലെന്ന് ഞാൻ മുമ്പേ കൂട്ടി പറഞ്ഞതുപോലെ നിങ്ങളോട് ഇപ്പോഴും പറയുന്നു. ഈ നിങ്ങളോടെന്ന പദപ്രയോഗം ആരോടാണ്? താങ്കൾ പറഞ്ഞ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കൃപയിലായ ദൈവമക്കളോട്. അങ്ങനെയെങ്കിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഓൾറെഡി കൃപയിലായി സ്വർഗത്തിലങ്ങ് ഇരുത്തിയിരിക്കുന്ന ഞങ്ങളോടാണോടോ പൗലോസേ ഇതൊക്കെ പറയുന്നത്? പോയി വല്ല രക്ഷിക്കപ്പെടാത്ത ശങ്കരനോടോ മാധവനോടോ പറയടോ എന്ന് പറഞ്ഞ് അവിടെ ആരും കമ്മിറ്റി കൂടിയതായി വായിക്കുന്നില്ല. തുടർന്ന് അങ്ങോട്ട് ഓരോ ലേഖനങ്ങൾ പഠിച്ചാലും ആ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട വിശുദ്ധന്മാരോടെല്ലാം നടപ്പിൽ മര്യാദയുള്ളവരായിരിക്കണമെന്ന് പത്രോസ് പറയുന്നു. അതുപോലെ ഇന്ന വിഷയങ്ങളിൽ നിങ്ങൾ വേർപെട്ടിരിക്കണമെന്ന് പറയുന്നു. എന്തുകൊണ്ട് താങ്കൾ പറയുന്ന ഗ്രേസ് അനുസരിച്ച് കൃപയനുസരിച്ച് ഓൾറെഡി ഇതിനകത്തായി കഴിഞ്ഞു പിന്നെ മര്യാദയ്ക്ക് നടക്കണമെന്ന് പറയേണ്ട കാര്യം എന്താ? എല്ലാം യേശു ചെയ്തു കഴിഞ്ഞുവെങ്കിൽ താങ്കളെക്കാൾ ഏറ്റവും വലിയ അല്ലെങ്കിൽ താങ്കൾ ഏറ്റവും വലിയ ബുദ്ധിമാനും ഈ ലേഖനങ്ങൾ മുഴുവൻ എഴുതിയ പൗലോസ് മണ്ടനെന്നുമാണ് പരോക്ഷമായി താങ്കൾ പ്രഖ്യാപിക്കുന്നത്. ഇതിനൊക്കെ ദൈവസന്നിധിയിൽ താങ്കൾ വില കൊടുക്കേണ്ടി വരും എന്നുള്ളത് സജിത്ത് മറക്കാതിരിക്കുക. വെളിപ്പാട് പുസ്തകത്തിൽ സഭകൾക്ക് തന്നെ പ്രത്യേകമായി എഴുതിയ ദൂതുകളിൽ പോലും വേദപുസ്തകം 7 സഭകൾക്കും മറന്നുപോകാതെ എഴുതുന്നൊരു പരാമർശം സജിത്ത് ശ്രദ്ധിക്കണം. 7 സഭകൾക്കും അവരുടെ നല്ല വശങ്ങളും അവരുടെ ദോഷവശങ്ങളും ഒരുപോലെ പറഞ്ഞുകൊണ്ട് പറയുമ്പോഴും പരിശുദ്ധാത്മാവ് മറന്നുപോകാതെ അവിടെ ബോധ്യം വരുത്തുന്ന ഒരു വസ്തുതയുണ്ട്. ജയിക്കുന്നവന് ഞാൻ വെള്ളയുടുപ്പ് ധരിക്കാൻ കൊടുക്കും, ജയിക്കുന്നവൻ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും, ജയിക്കുന്നവന് സിംഹാസനത്തിൽ ഇരുപ്പാൻ വരം നൽകും, ജയിക്കുന്നവന്റെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് വായിച്ചു കളയാതെ, അങ്ങനെ തുടങ്ങി 7 സഭയ്ക്കും മറന്നുപോകാതെ എഴുതിയിരിക്കുന്ന പരാമർശമാണ് ജയിക്കുന്നവൻ. അർത്ഥാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട്
വിശുദ്ധിയിലും വേർപാടിലും നിൽക്കുന്ന ഈ സഭ ജയിച്ചു ചെല്ലണമെന്ന്. അതിൻ്റെ ആവശ്യം എന്താ? അപ്പോൾ തോറ്റുപോയാൽ ഒരിക്കലും ആ വാഗ്ദത്ത നാട്ടിൽ ഇല്ല എന്ന് തന്നെ നിശ്ചയമാണ്. ഇത് ഏതൊരു ഡിഗ്രി ഇല്ലാത്ത സാധാരണഗതിയിൽ വായിക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളെ വളരെ വികലമായി വ്യാഖ്യാനിച്ച് യുവ തലമുറയെ വഴിതെറ്റിക്കുന്ന ഈ പ്രവണത താങ്കൾ അവസാനിപ്പിക്കണമെന്നാണ് സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഞാൻ താങ്കളോട് ഓർപ്പിക്കുന്നത്. ഇനി ഒരു വസ്തു കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. താങ്കൾ പറയുന്നു സ്നാനത്തെ സംബന്ധിച്ചും തിരുമേശയെ സംബന്ധിച്ചുമൊക്കെ താങ്കൾ പഠിപ്പിക്കുന്ന ആ തിയറിയിൽ താങ്കൾ ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ഓർക്കാനുള്ള സ്ഥലമല്ല കർത്തൃമേശ, പാപത്തെക്കുറിച്ച് അവിടെ ഓർക്കേണ്ട കാര്യമില്ല, ആരാ പൊന്നെ യോഗ്യത കൊണ്ട് ഇത് ഭക്ഷിക്കാൻ പറ്റുന്നു എന്ന് താങ്കൾ ചോദിക്കുന്ന വീഡിയോ ക്ലിപ്പ് എൻ്റെ കൈവശമുണ്ട്. താങ്കൾക്കൊരു പക്ഷേ യോഗ്യതയില്ലായിരിക്കും എന്ന് കരുതി ഇത് ഭക്ഷിക്കുന്നവരെല്ലാം താങ്കളെപ്പോലെയാണെന്ന് താങ്കൾ വിചാരിക്കരുത്. യോഗ്യതയോടുകൂടി ഇത് ഭക്ഷിക്കാൻ താല്പര്യവും പ്രാഗൽഭ്യവും അതിനുള്ള തൻ്റെ ഇടവുമുള്ളവർ ഇത് ഭക്ഷിക്കും എന്ന് കരുതി ആർക്കാ പൊന്നെ എന്ന് പറഞ്ഞ് ഒരു വിശ്വാസ സമൂഹത്തെ മുഴുവൻ ഒന്നടങ്കം ആക്ഷേപിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ മേലിൽ സജിത്ത് ആവർത്തിക്കാതിരിക്കുക. അത് ഞങ്ങളെപ്പോലുള്ള സത്യത്തിനു വേണ്ടി ജീവൻ പണയം വെച്ച് നിൽക്കുന്ന സുവിശേഷകന്മാരെ കൂടെ ബാധിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് ശക്തമായ പ്രതികരണം നേരിടേണ്ടി വരും എന്നുള്ള കാര്യവും ഈ തരത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. ഇനി ഒരു കാര്യം എടുത്തു പറഞ്ഞാൽ, താങ്കൾ സ്നാനപ്പെടാതെ അല്ലേ ശിഷ്യന്മാർക്ക് കർത്താവ് തിരുമേശ കൊടുത്തതെന്ന് പി ടി തോമസ് സാറിനോട് താങ്കൾ ചോദിക്കുമ്പോൾ അദ്ദേഹം അതിന് മറുപടി പറയാനായിട്ട് തുടങ്ങുമ്പോൾ തന്നെ താങ്കൾ കൊടുത്തോ ഇല്ലയോ എന്ന് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ട് ഒരുതരം കോമാളി ചിരിച്ചുകൊണ്ട് പരിഹസിക്കുന്ന രംഗം ഞാൻ കാണുവാനിടയായി. താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഏതൊരു ചോദ്യത്തിനും കൊടുത്തോ ഇല്ലയോ, യെസ് ഓർ നോ എന്നൊരു മറുപടി പറയാൻ സാധ്യമല്ല. കാരണം എന്നോട് തന്നെ ഒരാൾ താങ്കൾ മുസൽമാൻ അല്ലേ എന്ന് ചോദിച്ചാൽ എനിക്ക് യെസ് എന്ന് പറയാൻ കഴിയില്ല, നോ എന്ന് പറയാൻ കഴിയില്ല. കാരണം ഞാൻ നോ എന്ന് പറഞ്ഞാൽ എൻ്റെ സർട്ടിഫിക്കറ്റിലും എൻ്റെ നിയമപരമായ രേഖകളിലും ഞാൻ മുസൽമാനാണ്. എന്നാൽ യെസ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ മുസൽമാൻ അല്ല, ഞാനൊരു സുവിശേഷകനാണ്. അപ്പോൾ അതിൻ്റെ കാരണം എനിക്ക് വിശദീകരിക്കേണ്ടി വരും. 2002 വരെ ഞാനൊരു മുസൽമാനായിരുന്നു. 2002 ഞാൻ ക്രിസ്തു എന്ന ഏകസത്യ ദൈവത്തെ കണ്ടുമുട്ടി. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ക്രിസ്തുവിലാണ്, ഞാനൊരു സുവിശേഷകനാണ് എന്ന് എനിക്ക് വിശദീകരിക്കേണ്ടി വരും. താങ്കൾ യെസ് ഓർ നോ എന്ന് പറഞ്ഞാൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒറ്റ വാക്കുകൊണ്ട് പല ചോദ്യങ്ങളും അവസാനിപ്പിക്കാൻ കഴിയില്ല. ഒരു യുവ സഹോദരൻ തൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ, ഞാനൊരു സംഭവം ഒരു ഉദാഹരണത്തിന് പറയുമ്പോൾ, ഒരു യുവ സഹോദരൻ തൻ്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അയലത്തെ വീട്ടിലെ ഒരു സ്ത്രീ തൻ്റെ ഭാര്യയെ നിലത്തിട്ട് വടി കൊണ്ട് അടിക്കുന്ന രംഗം കണ്ടുകൊണ്ടാണ് വരുന്നത്. ഈ കയറി വന്ന സഹോദരൻ ഈ സ്ത്രീക്കെതിരെ ശക്തമായി പ്രതികരിക്കുകയും വിഷയങ്ങൾ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ ജനം ഓടിക്കൂടുന്നു. ഈ സഹോദരൻ ആ സ്ത്രീയോട് ചോദിക്കുകയാണ്, നിങ്ങൾ എൻ്റെ ഭാര്യയെ തല്ലിയോ ഇല്ലയോ, എൻ്റെ ഭാര്യയെ തല്ലിയോ ഇല്ലയോ എന്ന് ചോദിക്കുക. തല്ലിയെന്ന് പറഞ്ഞാൽ പിന്നെ നിന്നെ തല്ലിയ തെറ്റുണ്ടോ? തല്ലി ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ സ്വന്തം കണ്ടുകൊണ്ട് കണ്ടതല്ലേ എന്ന് ചോദിക്കാം. അപ്പോൾ ഇതിനിടയിൽ എന്താ സംഭവിച്ചത്? നാട്ടുകാരൊരു വിശദീകരണം ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, പ്ലഗിനകത്ത് വിരലുകൊണ്ട് കുത്തി കറണ്ടടിച്ചു നിന്ന ഭാര്യയെ ഒരു വടിയെടുത്ത് അടിച്ച് രക്ഷിക്കാൻ ശ്രമിച്ച സഹോദരിയ കണ്ടുകൊണ്ട് വന്നത് തല്ലുന്ന രംഗം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ യെസ് ഓർ നോ പറഞ്ഞാൽ കാര്യം പൂർത്തീകരണമാകുന്നില്ല, കാര്യം വിശദീകരിക്കേണ്ടി വരും. ഇതുപോലെ പി ടി തോമസ് സാറ് എന്തുകൊണ്ടാണ് കർത്താവ് ആ തിരുമേശ സ്ഥാപിച്ചതെന്ന് വിശദമായി പറയാൻ ശ്രമിക്കുമ്പോൾ അതിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് കൊടുത്തോ ഇല്ലയോ എന്ന് പറഞ്ഞ് ഒരു തരം കോമാളി ചിരിച്ചുകൊണ്ട് അഭിഷിക്തന്മാരെ പരിഹസിക്കുന്ന മനോഭാവം താങ്കൾ അവസാനിപ്പിക്കണം. താങ്കളുടെ വീഡിയോ ഞാൻ കണ്ടതാണ്. അതിൽ പച്ച ടീഷർട്ട് ഇട്ടുകൊണ്ട് താങ്കൾ പറയുന്ന വീഡിയോയിൽ താങ്കൾ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവാനാണ് നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വേദഭാഗം കൂടി വരുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നാളെ തൊട്ട് നിങ്ങളുടെ വീടുകളിൽ ഇത് ചെയ്യാൻ നിങ്ങൾ മടിക്കരുത്. തിരിച്ചറിവുള്ള അപ്പൻ, തിരിച്ചറിവുള്ള അമ്മയ്ക്ക്, തിരിച്ചറിവുള്ള മക്കൾക്ക് ഈ കർത്തൃമേശ വിഭാഗിച്ചു കൊടുത്താൽ ആ വീട്ടിൽ നിന്ന് രോഗം ഒഴിഞ്ഞു പോകും എന്ന് താങ്കൾ പ്രസ്താവിക്കുന്ന വീഡിയോ എൻ്റെ കൈവശമുണ്ട്. അങ്ങനെയെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത്, കൂടി വരുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് കർത്താവോ അപ്പോസ്തലന്മാരോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ താങ്കൾ പറഞ്ഞ വീടുകളിൽ വെച്ച് ചെയ്യുക എന്നുള്ള ഭാഗത്തിന് പ്രസക്തി വരുന്നുള്ളൂ. എന്നാൽ അങ്ങനൊരു വാക്യം വിശുദ്ധ വേദപുസ്തകത്തിൽ ഇന്ന് പ്രസംഗിച്ച് നിൽക്കുന്ന, വിശ്വാസം നിലനിൽക്കുന്ന ഒരഭിഷിക്തന്മാരും കണ്ടെത്തിയിട്ടില്ല. താങ്കൾക്ക് അത് വെളിപ്പെടുത്തി തന്ന ആ ബൈബിൾ ഏതാണെന്ന് താങ്കൾ പുറത്തു കൊണ്ടുവരണം, അത് പ്രേക്ഷകരെ കാണിക്കണമെന്ന് ഞാൻ താങ്കളോട് പറയുകയാണ്. അങ്ങനെ ബൈബിളിൽ ഇല്ലാത്ത വാക്യം പറഞ്ഞിട്ട് ഇത് വീടുകളിൽ ചെയ്യണം എന്ന് താങ്കൾ വിശ്വാസികളെ പഠിപ്പിക്കുമ്പോൾ, പബ്ലിക്കിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ വിശ്വാസികളെ പഠിപ്പിക്കുമ്പോൾ, തിരിച്ചറിവുള്ള അപ്പനും അമ്മയും വീട്ടിലിരുന്ന് മുറിച്ച് കഴിക്കേണ്ട, ആഹാരം കഴിക്കുന്ന ഒരു ലാഘവത്തോടെ കഴിക്കേണ്ട ഒരു വിഷയമായി വിശുദ്ധ തിരുമേശയെ ദുർവ്യാഖ്യാനം ചെയ്യുമ്പോൾ താങ്കൾ അറിഞ്ഞിരിക്കണം, സകലതിനും കണക്ക് കൊടുക്കേണ്ടുന്ന ഒരു ദിവസം അടുത്തു വരുന്നുണ്ട്.
വേദപുസ്തകത്തിൽ ഇല്ലാത്ത കാര്യം പഠിപ്പിക്കുകയും അത് വീടുകളിൽ ചെയ്യണമെന്ന് നിർബന്ധപൂർവ്വം സോഷ്യൽ മീഡിയ വഴി പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഗുരുതരമായ കുറ്റം ദൈവം താങ്കളോട് ക്ഷമിക്കുകയില്ല. വീണ്ടും പറഞ്ഞാൽ, അങ്ങനെ ഒരു ഭാഗം വേദപുസ്തകത്തിൽ ഇല്ലാത്തതുകൊണ്ട് ഈ താങ്കളോട് ദൈവം വെളിപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊക്കെ പറയുന്ന യേശുവിനെ സംബന്ധിച്ച് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 2 മുതലുള്ള വാക്യങ്ങളിൽ, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു, ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചത് പോലെ ഇത് തന്നെയാണ് ഏദൻ തോട്ടത്തിൽ നടന്നത്. അന്ന് പാമ്പിനെ ഉപയോഗിച്ചു, ഇന്ന് താങ്കളെ ഉപയോഗിക്കുന്നു എന്ന് എനിക്ക് പറയാനുള്ളൂ. ശ്രദ്ധിക്കുക, ഇതുപോലെ ഉപായത്താൽ ഹവ്വായെ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് പൗലോസ് ഭയപ്പെട്ടു. അത് ഭയത്തിന്റെ കാരണവും തൊട്ട് താഴെ വിശദീകരിച്ചു. ഇങ്ങനെയാണ്, ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾ പ്രാപിക്കാത്ത വേറൊരാത്മാവെങ്കിലും നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലാത്ത വേറൊരു സുവിശേഷമെങ്കിലും നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവരികയോ ചെയ്യുമ്പോൾ നിങ്ങൾ വെറുക്കുന്നത് ആശ്ചര്യമെന്നല്ല, നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. അർത്ഥാൽ അതിനെ ശാസിച്ച് അതിനെ വെറുക്കേണ്ടതിന് പകരം പെന്തക്കോസ്ത് കോളത്തോട് എനിക്ക് ദയനീയമായി പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ കൈയടിച്ച് പൊറുക്കുന്നത് ആശ്ചര്യപ്പെടുകയാണ്. ദൈവവും ആശ്ചര്യപ്പെടുകയാണ്. കാരണം ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശു എന്ന് പറഞ്ഞാൽ ബൈബിളിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഇതുപോലെയുള്ള വെളിപാട് കൊടുക്കുന്ന യേശു വേറേതോ യേശുവാണ്. 2, ഞങ്ങൾ പ്രാപിക്കാത്ത വേറൊരാത്മാവ് എന്ന് പറഞ്ഞാൽ കണ്ട വിച്ചുമ്പേയുമെല്ലാം ആത്മാവ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന, അഥവാ ഞാൻ പറയാത്തൊരു കാര്യം ഷമീർ വാഷ് പറഞ്ഞു എന്നൊരാൾ എന്നെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിലുണ്ടാകുന്ന വേദന എത്രമാത്രമാണോ, ഇതുപോലെയാണ് പൊതുവേദികളിൽ നിന്നുകൊണ്ട് ആത്മാവ് പറയുന്നു പറഞ്ഞുകൊണ്ട് താങ്കൾ പോലുള്ള പ്രഭാഷകർ ഉദ്ധരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും ക്ഷമിക്കുകയില്ലെന്നുള്ള വചനം താങ്കൾ ഓർത്തിരിക്കുന്നത് നല്ലത്. 3, ഞങ്ങൾ പറയാത്ത വേറൊരു സുവിശേഷം, അഥവാ ഇന്ന് നിലവിൽ വന്നിരിക്കുന്ന കൃപയുടെ സുവിശേഷം. ഇത് 3 പൗലോസിന്റെ മുമ്പേ ഉള്ള ഭയത്തിന്റെ റിസൾട്ട് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളോട് വിരാമം കുറിക്കുമ്പോൾ താങ്കളോട് വീണ്ടും ഞാൻ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ആവശ്യപ്പെടുന്നു. താങ്കൾ ഈ കൃപയുടെ ഈ മാർഗത്തിലേക്ക് പോകുന്നതിന് മുൻപുള്ള പല പ്രസംഗങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കത് വളരെ ഇഷ്ടമായിട്ടുണ്ട്. വളരെയധികം ഞാനതിൽ സന്തോഷിച്ചിട്ടുണ്ട്. ആ ഒരു അനുഭവത്തിലേക്ക് എനിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു പെന്തക്കോസ്തുകാരനാണ്. താങ്കൾ കഴിഞ്ഞ ടോക്ക് ഷോയിൽ പറഞ്ഞു ഞാൻ പെന്തക്കോസ്തുകാരനല്ല എന്ന്. എന്നാൽ ഷമീർ എന്ന ഞാൻ പറയുന്നു, ഒരു പെന്തക്കോസ്തുകാരൻ എന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. ആ തരത്തിലേക്ക് പെന്തക്കോസ്തൽ ഉപദേശത്തിൽ നിലനിൽക്കുന്ന ഒരു വ്യക്തിയായി ഞാൻ മടങ്ങി വരുന്നു എന്ന് പറയാൻ താങ്കൾ തയ്യാറാണെങ്കിൽ ഇരുകൈയും നീട്ടി താങ്കളെ സ്വീകരിക്കാൻ ആത്മീയകോളം റെഡിയാണ്. ഇനിയും വേദികൾ ഉണ്ടാകും, ഇനിയും പ്രസംഗിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും. ആ തരത്തിൽ താങ്കളെ ആരും തള്ളിക്കളഞ്ഞിട്ടില്ല. തികച്ചും സത്യസന്ധമായ അനുഭവത്തിലേക്ക് താങ്കൾ കടന്നു വരുവാൻ തയ്യാറാണെങ്കിൽ ആത്മീയഗോളത്തിൻ്റെ ഒരു പ്രതിനിധിയായി ഞാൻ താങ്കളെ സ്വാഗതം ചെയ്യുന്നു. അതിനുള്ളൊരു അവസരം ദൈവം താങ്കൾക്ക് തരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് വാക്കുകളൊന്ന് വിരാമം കുറിക്കുമ്പോൾ, ഇങ്ങനെ ഒരു പ്രതികരണത്തിന് വേദിയൊരുക്കി തന്ന ഹാർവസ്റ്റ് TV, പ്രത്യേകിച്ച് ഞാൻ ഒരു കാര്യം എടുത്തു പറയുന്നു, ഇവിടെ പല ആത്മീയ ചാനലുകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ദൈവത്തോടൊരു നീതി പുലർത്തണം എന്ന നിലയിൽ ഒരു ചാനലുകളും ചെയ്യാൻ തയ്യാറാകാത്ത ഈ ഒരു പ്രവൃത്തി ചെയ്യുവാൻ ഈ ഹാർവസ്റ്റ് ചാനൽ തയ്യാറായതിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു. ഇതുപോലുള്ള പ്രോഗ്രാമുകൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് കർത്താവിൽ പ്രാർത്ഥിച്ച് വാക്കുകളിൽ വിരാമം കുറിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ദൈവം നിങ്ങളെ സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.